എക്സാംസിൽ 4 ലെവൽ ഓഫ് എക്സാംസ് ഉണ്ടല്ലോ, അതിൽ 3 ലെവൽ ഇന്ത്യയിൽ നിന്ന് പാസ്സായി കഴിഞ്ഞാൽ സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിൽ ജർമ്മനിയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളൊരു അഭിപ്രായമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട്? ഇപ്പൊ ചോദ്യം ഇതാണ്, എന്തിനാണ് നമ്മൾ MSc പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ കോഴ്സ് അവിടെ ചെയ്യുന്നത്? നമുക്ക് അവിടെ ജീവിക്കാനും അവരുടെ സൊസൈറ്റി ആയിട്ട് മുന്നോട്ട് പോകാനും വേണ്ടിയാണ്. തമിഴ് സിനിമകൾ കാണുന്നതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ കുറച്ചൊക്കെ കേട്ടാൽ മനസ്സിലാവും എന്നുള്ളൊരു കോൺഫിഡൻസ് പറയുന്ന പോലെ ജർമ്മൻ അറിയുന്ന ഒരാൾ ജർമ്മനി ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഇന്റഗ്രേഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വഴികളോ സ്ട്രാറ്റജികളോ ഉണ്ട്? കുട്ടികളവിടെ എത്തിക്കഴിയുമ്പോൾ അവർ പഠിക്കുന്ന കോർ സബ്ജക്ട് ചിലപ്പം ഓട്ടോമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി എഞ്ചിനീയറിംഗിന്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം. അപ്പൊ അതിലേക്ക് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ ഫ്രീ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, കുറച്ചും കൂടി പുറകിലേക്ക് വരും. ജർമ്മൻ പഠിച്ചാൽ നമുക്ക് ജർമ്മനിയിലേക്ക് മാത്രമല്ല പോകാൻ പറ്റുന്നത്. കുറെ ആൾക്കാരുടെയും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ജർമ്മൻ പഠിച്ച് ജർമ്മനിയിൽ പോകാന്നുള്ളതാണ്. പക്ഷെ ജർമ്മൻ പഠിച്ച വേറെ കുറെ രാജ്യങ്ങളിലേക്ക് കൂടി പോകാം. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? കിൻഡർ ഗെൽറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ €250 പെർ മന്ത് ഒരു കുട്ടിക്ക് അവരെന്ത് ചെയ്യും, കൊടുക്കും. മറ്റൊന്ന് ഔഫ് വീരസൈ എന്ന് പറയും. എന്താ? ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എൻട്രി ഫ്ലൈ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ജർമ്മനി ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് ആണ്. ഇതിനു മുന്നേ സ്റ്റഡി അബ്രോഡുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിൽ പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട്, ജർമ്മൻ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ആ വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ എൻട്രി ജർമ്മൻ്റെ അക്കാഡമിക് ഹെഡ് ആയിട്ടുള്ള ജാക്ക് ഫ്രാങ്ക് ജെയിംസ് ആണുള്ളത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ജാക്കിനോട് ചോദിക്കാം. ഹായ് ജാക്ക്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റഡി അബ്രോഡിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, UK, കാനഡ പോലുള്ള മേജർ കൺട്രീസ് ഉണ്ട്. അപ്പോൾ ആ കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ജർമ്മനി ഒരു നല്ലൊരു ഓപ്ഷൻ ആവുന്നത്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നതിൽ ക്ലിയർ ആണ്. ഒന്ന്, നമ്മൾ ഈ പറയുന്ന ജർമ്മനിയിൽ 0% ട്യൂഷൻ ഫീ ആണ്. എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീ ഇല്ല എന്നുള്ളൊരു രീതിയാണ് കൂടുതലായിട്ട് ആളുകൾ ആകർഷിക്കുന്ന ഒന്നാമത്തെ ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഒരു ഫാക്ടർ UK, കാനഡയൊക്കെ പോലെ തന്നെ ക്വാളിറ്റിയുള്ള നല്ലൊരു സ്റ്റഡീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ളതും വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ എഞ്ചിനീയേഴ്സിന്റെ വലിയൊരു ഹബ്ബ് തന്നെ അവിടെ ഉണ്ട്. BMW, പോർഷ്, ഓക്കെ, ഇതെല്ലാം ഇങ്ങനെയുള്ള പല എഞ്ചിനീയറിംഗ് പറ്റുന്ന ആളുകൾക്ക് പഠിച്ചിറങ്ങിയാൽ ഒത്തിരി സാധ്യതകൾ അവിടെയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ പേരും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഈ പറയുന്ന ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് കുട്ടികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസ്, നഴ്സിംഗ്, അതൊക്കെ ഹെൽത്ത് കെയർ ആണ് ഇപ്പോൾ വളരെ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് അങ്ങനത്തെ കോഴ്സുകൾക്ക് വേണ്ടി ജർമ്മനി ഓപ്റ്റ് ചെയ്യാറുണ്ടെന്നുള്ളതാണ് അടുത്തൊരു കാര്യം. പിന്നെ ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രത്യേകത, നമുക്ക് PR കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. മറ്റു രാജ്യങ്ങളിലെ പോലെയല്ല, കോംപ്ലിക്കേറ്റഡ് അല്ല. നമുക്കൊരു B1 ലെവൽ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ B1 ലെവൽ കൈൻഡ് ഓഫ് ജോബ് ഉണ്ട്, ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഓരോ പ്രൊഫഷൻ അവർ പറയും. ആ എക്സ്പീരിയൻസ് മീറ്റ് ചെയ്താൽ നമുക്ക് PR-ന് വരാനും നമുക്ക് അവിടെ തന്നെ പെർമനന്റ് റെസിഡൻസി കിട്ടാനുള്ള ഒത്തിരി സാധ്യതകൾ ഓപ്പൺ ചെയ്യുന്ന ഒരു രാജ്യമാണ്. കൂടി സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. അതുകൊണ്ടും ഒരു കാരണമാണ് കുട്ടികൾ അത് ഓപ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേൾക്കുന്ന മേജർ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, അതായത് ജർമ്മൻ പഠിക്കാൻ ഏറ്റവും നല്ലത് ജർമ്മനി ആണോ അതോ ഇന്ത്യ ആണോ? ഇന്ത്യയിൽ നിന്ന് പഠിച്ചിട്ട് ജർമ്മനിയിലേക്ക് പോകുന്നതാണോ അതോ ജർമ്മനിയിൽ പോയിട്ട് ജർമ്മൻ പഠിച്ചാൽ മതിയോ എന്നുള്ളത്. ഇപ്പോൾ എക്സാംസിൽ 4 ലെവൽ ഓഫ് എക്സാംസ് ഉണ്ടല്ലോ, അതിൽ 3 ലെവൽ ഇന്ത്യയിൽ നിന്ന് പാസ്സായി കഴിഞ്ഞാൽ സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിൽ ജർമ്മനിയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളൊരു അഭിപ്രായമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട്? ഓക്കെ, നമുക്കറിയാം, നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ജർമ്മനിൽ ഇംഗ്ലീഷ് വെച്ച് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ അവൈലബിൾ ആണെന്നുള്ളതാണ്. പക്ഷേ നമ്മളവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ജർമ്മൻ ഭാഷ വേണം. ക്ലിയർ? അപ്പം നമ്മൾ സ്ഥലത്ത് എത്തിയിട്ട് ആ ഭാഷ പഠിച്ചു വരുന്നല്ലോ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും നമുക്ക്. പക്ഷെ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയാലോ കുറച്ചുകൂടി നമുക്ക് അവിടെ എത്തുമ്പോൾ ആ ഒരു ബിഗിനിങ് ഉള്ള ഒരു ഇന്റഗ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മളിപ്പോൾ ജർമ്മൻ സൊസൈറ്റിയിൽ ചെല്ലുമ്പോൾ അവരെ സംബന്ധിച്ച് എപ്പോഴും അവർ ജർമ്മൻ സംസാരിക്കുന്ന ആളുകളാണ്. ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നത് ജർമ്മനാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഇവിടെ A1, A2, B1, B2 ലെവലുകളൊക്കെ പഠിച്ചു പോയാൽ കുറച്ചുകൂടി നമുക്ക് അവിടെ എത്തുമ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ ലൈഫ്, അവരുമായിട്ടുള്ള ജീവിതം കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. വൈ? ഇപ്പോൾ ചോദ്യം ഇതാണ്, എന്തിനാണ് നമ്മൾ MSc പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ കോഴ്സ് അവിടെ ചെയ്യുന്നത്? നമുക്ക് അവിടെ ജീവിക്കാനും അവരുടെ സൊസൈറ്റി ആയിട്ട് മുന്നോട്ട് പോകാനും വേണ്ടിയാണല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണണം. അവിടെ പോയി പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ എങ്കിലും മിനിമം ഓഫ് B1 ഇവിടെ നിന്ന് കഴിഞ്ഞു പോയാൽ നല്ല രീതിയിൽ നമുക്ക് അവിടെ പറഞ്ഞ് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതായത് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആണല്ലോ, ഒരു എക്യുപ്ഡ് ഫീലിംഗ് നമുക്കൊരു കംഫോർട്ട് ഫീൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പം സിമ്പിൾ ആയിട്ട് പറയണത്, നമുക്ക് തമിഴ് സിനിമകൾ കുറെ കാണുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പോൾ തമിഴ് സിനിമകൾ കാണുന്നതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ കുറച്ചൊക്കെ കേട്ടാൽ മനസ്സിലാവും എന്നുള്ളൊരു കോൺഫിഡൻസ് പറയുന്ന പോലെ. ഓക്കെ, ജർമ്മൻ അറിയുന്ന ഒരാൾ ജർമ്മനി ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഇന്റഗ്രേഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അടുത്തായിട്ട്, ജർമ്മൻ ലാംഗ്വേജ് ഈസ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദി ഹാർഡസ്റ്റ് ലാംഗ്വേജസ് ടു ലേൺ.
അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വഴികളോ സ്ട്രാറ്റജികളോ ഉണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അല്ല, നമ്മളെല്ലാവരും എളുപ്പ വഴികൾ അന്വേഷിക്കുന്ന ആൾക്കാരാണ്. ദാറ്റ്സ് ദി തിങ്. ഓക്കെ, എളുപ്പ വഴി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വഴിയുള്ളൂ, പഠിക്കുക. അല്ലാണ്ട് വേറൊരു എളുപ്പ വഴി നമുക്കില്ല. കാരണം ഇതൊരു ഫോറിൻ ലാംഗ്വേജ് ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് ഇത് പഠിക്കാനായിട്ട് നമുക്ക് കൂടി നമ്മുടെ മുമ്പുള്ള ഒരു ഓപ്ഷൻ, ഈസിയസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിലത്തെ ആൽഫബറ്റ്സ് സിമിലർ ടു ഇംഗ്ലീഷ് ആണ് എന്നുള്ളത് മാത്രമാണുള്ള എളുപ്പമുള്ള ഒരു കാര്യം. ബാക്കിയെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗ്രാമറിലാണെങ്കിലും വേർഡ്സിലാണെങ്കിലും ജെൻഡറിലാണെങ്കിലും കുറേ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എളുപ്പവഴി എന്നല്ല, റെഗുലർ ആയിട്ട് നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ഇതിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാർഗം. അല്ലാണ്ട് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആവുന്നവർക്ക് എളുപ്പമാണ്. അതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. പ്രാക്ടീസ് എത്രത്തോളം ഉണ്ട് അത്രത്തോളം എളുപ്പമായിരിക്കും. പ്രാക്ടീസ് എത്ര ചെയ്യുന്നു അത്രത്തോളം നമുക്കത് എളുപ്പമായിരിക്കും. ഇത് ഡെഡിക്കേഷൻ, നമ്മൾ അതിന് കൊടുക്കുന്ന സമയം നമുക്ക് വാല്യൂ ആഡ് ചെയ്യുന്നുള്ളതാണ്. അതായത് ജർമ്മൻ പഠിക്കുന്നത് നമ്മൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം വെച്ചിട്ട് തന്നെ പഠിക്കണം. അതായത് അതിനുവേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് സമയം വയ്ക്കണം. കാരണം ഇതൊരു പുതിയ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്തുണ്ട് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ജർമ്മനിൽ ഒരു വേർഡ് പഠിക്കുകയാണെങ്കിൽ ഹുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. ക്ലിയർ? അപ്പോൾ ആ ഒരു വേർഡ് നമ്മൾ കേട്ടു, പിന്നീട് അത് പ്രാക്ടീസ് ചെയ്യുകയോ കേൾക്കുകയോ പറയുകയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് മറന്നു പോകും. അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ലെവലിലും ഓരോ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെഗുലർ ആയിട്ട് അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മറ്റേന്ന് നമ്മൾ ആ വേർഡ് യൂസ് ചെയ്താൽ നമ്മൾ പഠിച്ചു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം. അല്ലാതെ നമുക്കത് പിക്ക് ചെയ്യാനുള്ള എളുപ്പമില്ല, വേറെ എളുപ്പമാർഗങ്ങളൊന്നുമില്ല. അടുത്തായിട്ട് ഇപ്പൊ ജർമ്മനിയിൽ സർവൈവ് ചെയ്യാനായിട്ട് ഏത് ലെവൽ ഓഫ് ജർമ്മൻ ലാംഗ്വേജ് ആണ് നമുക്ക് വേണ്ടത്? ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും ആൾക്കാർ എന്തിക്കുന്ന ഏത് ലെവൽ വേണമെന്നുള്ളത് ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വെരി ക്ലിയർ. ഒന്നാമത്തെ ഒരു കാര്യം പറയാം, നമുക്കൊരു ഡെയിലി ലൈഫിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ ഒരു A2 ഈസ് ഇനഫ് എന്നാണ് പറയാം. A2 മതി. A2 ലെവൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ജോബിനാണ് അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ട് പോകുന്നെങ്കിൽ ബിഗിനിങ് ഒരു എന്താ പറയുക, ഒരു ജോലിയുടെ ഭാഷ എന്ന് പറയുന്നത് B1 ആണ്. B1 ലെവലിൽ നിന്നാണ് ഒരു ജോലിയുടെ ഒരു തുടക്കം വരിക. അതായത് B1 ലെവലുള്ള ഒരാൾക്ക് കൊളീഗ്സ് ആയിട്ട് സംസാരിക്കാനും ജോലിയിലെ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഒരു ബിഗിനിങ് ലെവലാണ്. ക്ലിയർ? അപ്പം B1 B2 ആണ് ജോലിക്കാർക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം. A1 A2 ആണ് ഇപ്പം ഡിപ്പെൻഡ് വിസയ്ക്കൊക്കെ പോകുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു A2 വെച്ച് പോവാം. ഓക്കെ, പക്ഷെ എന്നാലൊരു കാര്യം അവിടെ ഒരു ക്ലോസ് ഉണ്ട്. ജോലി വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിൽ B1 B2 ഈസ് ഇമ്പോർട്ടന്റ്. ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ B2 ലെവലായിരിക്കും ഉറപ്പായിട്ടും. കാരണം നമ്മൾ അവിടെ പോയി പഠിക്കുന്നത് ജർമ്മൻ മീഡിയത്തിലാണ്. മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും ഇവിടെ പഠിക്കുന്ന ഹൗസ് ബിൽഡിംഗ് പോലുള്ള കോഴ്സുകളെല്ലാം ജർമ്മൻ മീഡിയത്തിലാണ് പഠിക്കുക. അപ്പോൾ നമുക്ക് മിനിമം ഓഫ് B2 ലാംഗ്വേജ് ഉള്ള ഒരാൾക്കാണ് ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാവുള്ളൂ. ഓക്കെ, അവർ പറയുന്നത് കേട്ടാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് B2 വരെ ഹൗസ് ബിൽഡിംഗ് ഉള്ളവർ പഠിക്കണമെന്ന് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ജർമ്മനിയിൽ പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണോ, ഓർ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് ക്യാരി ചെയ്യാൻ പറ്റിയാൽ മതിയോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ജർമ്മനിയിൽ പോകുമ്പോൾ ജർമ്മൻ സംസാരിക്കാൻ അറിയുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്ലിയർ? പക്ഷേ ജർമ്മനി പോലുള്ള രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാം. അത് നമുക്ക് ആദ്യത്തെ ഒരു എൻട്രിയിൽ നമ്മളെ കാണുന്ന ഒരു ഫസ്റ്റ് ബേസിൽ നമ്മുടെ റെസ്യൂമേ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഈ പറയുന്ന ലേബൻസ്ലൗഫ് എന്ന് പറഞ്ഞാൽ ജർമ്മനിൽ പറയും, റെസ്യൂമേനെ പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഡിഗ്രി വർക്ക് എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടാവും. പക്ഷേ അവിടെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അതൊരു കീ ആണ്. അല്ല, അതായത് നമുക്ക് ജർമ്മൻ അറിയാം എന്ന് പറയുന്നത് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ നമ്മൾ അപരിചിതരായിട്ടുള്ള ഒരാൾക്കാരാണ്, നമ്മൾ ആർക്കും അറിയില്ല. അപ്പോൾ അവിടേക്ക് ഒരു റെസ്യൂമെ സബ്മിറ്റ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ സർട്ടിഫിക്കറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ അതും കാര്യമില്ല. അപ്പോൾ രണ്ടും വേണം, സംസാരിക്കാൻ അറിയും വേണം, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സാധ്യതകൾ കൂടുതലാണ്. ഫസ്റ്റ് എൻട്രി ക്ലിയർ ആവും. പിന്നെ നമ്മൾ സംസാരിച്ചത് തന്നെയാണ്, ആ കോൺഫിഡൻസ് കാണിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. മിനിമം ഒരു B1 B2 പഠിച്ച ഒരാൾക്ക് ഈ ഒരു കോൺഫിഡൻസ് എന്തായാലും ഉണ്ടാവും. ഹാവ് B1 സർട്ടിഫിക്കറ്റ് എന്നാണ് ഇപ്പോഴും ഞാൻ പറയാം. ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ നമ്മളെ പ്രൂവ് ചെയ്യാന്നുള്ള ഒരു നീഡ് വരുന്നുണ്ട്, റൈറ്റ്? സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്, നമുക്ക് ലാംഗ്വേജ് അറിയാം. അതിങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത്ര മാസം ഒരു B1 എത്തണമെങ്കിൽ ഒരു B2 എത്തണമെങ്കിൽ ഇത്രയും മാസം സ്പെൻഡ് ചെയ്യണം എന്നറിയാം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഈ ഒരു ജർമ്മൻ ലാംഗ്വേജിന് വേണ്ടി, ഈ ഒരു ജോലിക്ക് വേണ്ടി ഇത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്ത ഡെഡിക്കേഷൻ ഇസ് എ പ്ലസ് ആണ്, അല്ലേ? ഇപ്പോൾ അവർക്കൊരു പ്ലസ് ആയിരിക്കും ഒരു ഇന്റർവ്യൂവിൽ.
അതാണ്. അപ്പൊ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് സർട്ടിഫിക്കറ്റും കൂടി വേണം. അത് ഇറ്റ് സെൽഫ് ഈസ് എ പ്രൂഫ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ജർമ്മനിയിൽ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അക്കാഡമിക് കാര്യങ്ങൾക്ക് മാത്രമാണോ യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്യുക, ഓർ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ഹെൽപ്പും കൂടി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവോ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്? ഓക്കെ, തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റീസ് ഏതൊരു രാജ്യത്ത് ചെന്നാലും അവരുടെ പെർട്ടിക്കുലർ ലാംഗ്വേജിനുള്ള സപ്പോർട്ട് കൊടുക്കും. ജർമ്മനിയിൽ ഉറപ്പായിട്ട് അത് കൊടുക്കുന്നുണ്ട്. അതായത് മിനിമം 2 സെംസിൽ അവരൊരു 60 ക്ലാസ്സസോ അല്ലെങ്കിൽ 70 ക്ലാസ്സസോ ഡിപ്പെൻസ്, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡിമാൻഡ് അനുസരിച്ച് അവർ കുറഞ്ഞൊരു ക്ലാസ് എന്തായാലും അവർക്ക് പഠിച്ചെടുക്കാനായിട്ട് കൊടുക്കുമെന്നുള്ളതാണ്. അത് ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ കുട്ടികൾ അത് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ അവിടെ എത്തിക്കഴിയുമ്പോൾ അവർ പഠിക്കുന്ന കോർ സബ്ജക്ട് ചിലപ്പം എന്താ പറയുക ഓട്ടോമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി എഞ്ചിനീയറിംഗിൻ്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം. അപ്പോൾ അതിലേക്ക് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ ഫ്രീ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, കുറച്ചും കൂടി പുറകിലേക്ക് വരും. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ഈ പറഞ്ഞ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കൂടുതൽ അതിലേക്ക് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ ഫ്രീ കോഴ്സുകളിലേക്ക് ഒരു മൈൻഡ് ചെയ്യാതിരിക്കാൻ വരാം. കാരണം ഗ്രാജുവൽ എന്തുണ്ടാവും വെച്ചാൽ ഏറ്റവും അവസാനം എത്തുമ്പോൾ, പ്ലേസ്മെന്റ് കാര്യങ്ങളിൽ എത്തുമ്പോൾ ലാംഗ്വേജ് ഇല്ലാത്തതിന്റെ പേരിൽ പുറത്താവാൻ സാധ്യതയുണ്ട്. ക്ലിയർ? അപ്പോൾ ഏറ്റവും നല്ലത് ഇവിടെ നിന്ന് ഒരു A2 B1 B2 ലെവലെങ്കിലൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. പിന്നെ B1 പഠിച്ചു പോകുന്ന സർട്ടിഫിക്കറ്റുള്ള ഒരാൾക്ക് അവിടെ എത്തി മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PR-ന് അവർ പറയുന്ന മിനിമം ക്വാളിഫിക്കേഷൻ B1 സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പോയാൽ ജോലിക്കാണെങ്കിലും ഒക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഫ്രീ ക്ലാസ്സസ് എന്തായാലും ഉണ്ട്, പക്ഷെ അത് മാത്രം പോരാന്നാണ് പേഴ്സണലി കുട്ടികളുടെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നത് കുറെ ആൾക്കാർക്കും ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ഐഡിയ ഇല്ല എന്നുള്ളത് ഒരു സത്യം. ഇനി അറിയുന്ന ആൾക്കാർ തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഫ്രീ ക്ലാസ്സസും നല്ല രീതിയിൽ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഉറപ്പായിട്ടും. വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമ്മൾ ബാക്കി ലാംഗ്വേജസിലേക്കുള്ള ശ്രദ്ധ അങ്ങ് ഇല്ലാതാക്കണം, ജർമ്മനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന എന്താണെന്ന് ചിന്തിക്കുക. കാരണം ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് ജർമ്മൻ എന്ന് പറയുന്ന ലാംഗ്വേജ്. നമുക്ക് ആർക്കും അറിയില്ല. ഓക്കെ, ബേസിക്കലി നമ്മൾ മലയാളികൾ അവിടെ ഇവിടെയും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്നില്ല. സം കോളേജസിലൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും കൂടുതൽ നമ്മൾ അങ്ങനെ ഒരു ബേസിക് പഠിക്കാത്തൊരു കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞ പോയിന്റ് കൃത്യമാണ്, നമ്മൾ അതിന് വേണ്ടി തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയുന്ന ഇംഗ്ലീഷ് ഭാഷയോ അല്ലെങ്കിൽ എനിക്കറിയുന്ന മലയാളമോ എല്ലാം ഉപേക്ഷിച്ച് ഇതിലേക്ക് ഇരിക്കുക എന്നുള്ളതല്ല. മറിച്ച് എന്താണ്, കൂടുതൽ സമയം, ഓക്കെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ, നമ്മളിപ്പോൾ ഒരു 100% എടുക്കുകയാണെങ്കിൽ 70, 75%, 80% നമ്മൾ ഡെഡിക്കേറ്റഡ് ആവേണ്ടത് ജർമ്മൻ ലാംഗ്വേജിലായിരിക്കണം. അതായത് നമ്മൾ എന്തിനു കൂടുതൽ സമയം കൊടുക്കുന്നോ അതിനുള്ള റിസൾട്ട് നമുക്ക് വരിക. അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പരീക്ഷകളൊക്കെ എഴുതിയിട്ടില്ല, നമ്മൾ എത്രമാത്രം ഒരു സമയം കൊടുക്കുന്നോ അതിനാണ് കൂടുതൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. സോ സ്പെൻഡ് യുവർ ടൈം ഇൻ ജർമ്മൻ ലാംഗ്വേജ്. അത് ഏത് രീതിയിലാവാം, കേൾക്കുന്നതായിരിക്കാം, വായിക്കുന്നതായിരിക്കാം, നമ്മൾ വീഡിയോസ് കാണുന്നതായിരിക്കാം, എഴുതി പഠിക്കുന്നതായിരിക്കാം. എങ്ങനെയാണോ എല്ലാത്തിനും കൃത്യമായിട്ട് സമയം കൊടുത്ത് സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അതാണ് പറയാനുള്ള ഒരു കാര്യം. ഇപ്പോൾ വേറൊരു ലാംഗ്വേജ് ഡ്രോപ്പ് ചെയ്യാന്നുള്ളതല്ല, നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് സമയം വെക്കുക എന്നുള്ളതാണ്. അത് ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ IELTS പഠിച്ചുകൊണ്ട് ജർമ്മനിയിൽ പോകുന്ന ആളുകൾ ഉണ്ടാവാം. ഡോണ്ട് വറി, IELTS പഠിക്കുക, അത് എക്സാം എഴുതുക, അതിന്റെ കൂടെ തന്നെ നമ്മൾ ജർമ്മൻ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം കണ്ടെത്തുക. എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന IELTS എഴുതി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു എണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി കുറച്ചും കൂടി സമയം നമുക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്. അതായത് ജർമ്മൻ പഠിച്ചാൽ നമുക്ക് ജർമ്മനിയിലേക്ക് മാത്രമല്ല പോകാൻ പറ്റുന്നത്. കുറെ ആൾക്കാരുടെയും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ജർമ്മൻ പഠിച്ച് ജർമ്മനിയിൽ പോകാന്നുള്ളതാണ്. പക്ഷെ ജർമ്മൻ പഠിച്ച വേറെ കുറെ രാജ്യങ്ങളിലേക്ക് കൂടി പോവാം. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? ഓക്കെ, ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം, ജർമ്മൻ പഠിച്ച് ജർമ്മനിയിൽ എത്തിയ ഒരാൾക്ക് അവിടുത്തെ ഒരു യൂറോപ്യൻ കൺട്രീസ് എല്ലാം ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒന്നാമത്തെ ഒരു കാര്യമാണ്. പക്ഷെ ജർമ്മൻ പഠിച്ചതിന്റെ പേരിൽ ഏതൊക്കെ രാജ്യത്ത് പോയിട്ട് നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ചോദിച്ചാൽ ഒന്നാമത്തത് ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യമാണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. മൂന്നാമത്തത് ലീസ്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ഒരു കുഞ്ഞു രാജ്യമാണ്, കൂടുതൽ ബാങ്കുകളും കുറെ അങ്ങനെയുള്ള ഒരു കുഞ്ഞു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യമാണ് ലീസ്റ്റൻസ്റ്റൈൻ. പിന്നെയുള്ളത് ജർമ്മനിയാണ്. പിന്നെ ഈ പറയുന്ന ബെൽജിയം അതുപോലുള്ള മറ്റു രാജ്യങ്ങളിൽ ഒരു 15% ജർമ്മൻ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എവിടെ ചെന്നാലും ഈ മലയാളി ഉണ്ടെന്ന് പറയുന്ന പോലെ യൂറോപ്പിൽ എവിടെ ചെന്നാലും കുറച്ചെങ്കിലൊക്കെ ജർമ്മൻ അറിയുന്ന ആൾക്കാർ എവിടെയെങ്കിലൊക്കെ കണ്ടുമുട്ടാൻ പറ്റും എന്നുള്ളതാണ് ജർമ്മൻ ഭാഷയുടെ ഒരു വലിയൊരു സാധ്യത എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ജർമ്മനിയിൽ സെറ്റിൽ ആവാനായിട്ട് സ്പൗസസിന് ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണോ എന്നുള്ള ചോദ്യം വേണമെന്നുള്ളത് തന്നെയാണ് ഉത്തരം. പക്ഷേ ജർമ്മനിയിലേക്ക് സ്പൗസിനെ കൊണ്ടുപോകാൻ ജർമ്മൻ അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റൂള് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ലാംഗ്വേജ് ഇല്ലെങ്കിലും
സ്പൗസിനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് അവർ പറയുന്നത്. മുന്നേ വരെ നമുക്ക് A1 ലെവൽ ഓഫ് നോളജ് ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സ്പൗസ് വിസയ്ക്ക്. പക്ഷെ ഇപ്പോൾ അതില്ലാതെ തന്നെ നമുക്ക് സ്പൗസിനെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളും പ്രോസസ്സുകളൊക്കെ നീക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ സ്പൗസ് അവിടെ ചെന്നാലും അവർക്ക് ജർമ്മൻസുമായിട്ട് ജീവിക്കണം അല്ലേ? അപ്പോൾ എന്തായാലും അവിടെ ആവശ്യമുള്ളൊരു കാര്യം ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. നിങ്ങൾ സ്പൗസ് വിസയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അങ്ങനെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ജർമ്മൻ ഒരു B1 വരെയെങ്കിലൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. കാരണം B1 വരെ എന്തുകൊണ്ടെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞ് പിന്നെ PR-ലേക്ക് നമ്മൾ നമ്മുടെ ആ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത് അല്ലേ? PR-ൽ എത്തുമ്പോൾ B1 റിക്വയർ ചെയ്യും. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ആ ലെവൽ പഠിച്ചവിടെ ചെല്ലുമ്പോൾ ജോലി അന്വേഷിക്കാനാണെങ്കിലും നമുക്ക് അവിടെ തുടർന്ന് എന്തെങ്കിലും പഠനങ്ങൾക്കാണെങ്കിലും ഒക്കെ ഈ ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ ഒത്തിരി അധികം ഇത്. പിന്നെ നമ്മുടെ നൈബർഹുഡും അവിടെയുള്ള എല്ലാവരും ജർമ്മൻ ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് വളരണമെങ്കിൽ ജർമ്മൻ ഭാഷ വളരെ ആവശ്യമാണെന്നുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചിൽഡ്രൻ ആയിട്ട് ജർമ്മനിയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നോൺ ജർമ്മൻ സ്പീക്കിംഗ് ചിൽഡ്രന് ലാംഗ്വേജ് പഠിക്കാൻ എത്രത്തോളം സപ്പോർട്ട് അവിടുത്തെ സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇവിടെ നമ്മൾ പലപ്പോഴും പല പാരൻസിൽ നിന്ന് ഇവിടെ നിന്ന് ചെറിയ രീതിയിൽ കുട്ടികൾക്ക് ഒരു നോളജ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ പേഴ്സണലായ ട്യൂട്ടേഴ്സിന് വെച്ചോ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചോ നമ്മളെന്ത് ചെറിയ കൈൻഡ് ഓഫ് ലാംഗ്വേജ് കൊടുക്കും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാലും സ്കൂളിൽ നിന്നൊരു ഇൻറ്റഗ്രേഷൻ സപ്പോർട്ട് എന്തായാലും സ്കൂളുകൾ കൊടുക്കും. ക്ലിയർ, നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ അതിനുള്ളൊരു സപ്പോർട്ട് തരും. പിന്നെ നമുക്കറിയാം അവിടെ ഉള്ളൊരു വലിയൊരു സവിശേഷതയാണ് പാറ്റേൺ ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. പാറ്റേൺ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ, അതായത് ഏജ്ഡ് ആയിട്ടുള്ള ഓമാസ് ആൻഡ് ഓപ്പാസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഒരു റിട്ടയർമെന്റ് ലൈഫ് കഴിയുമ്പോൾ ഈ പറയുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ അവരുടെ സംസ്കാരമായിട്ടും ഭാഷയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് 1 ഇയറിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ കുട്ടികളുടെ അടുത്ത് വന്നിരുന്ന് അവരെ പഠിപ്പിക്കും. അപ്പോൾ തന്നെ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുക്കിംഗ് പഠിപ്പിക്കുക, ജർമ്മൻ പഠിപ്പിക്കുക, കുറച്ച് നടത്താൻ കൊണ്ടുപോകുക, അങ്ങനെ അവരെ ഇന്റഗ്രേറ്റ് ചെയ്യിക്കുന്ന ഒരു ഹോംവർക്കിനെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം ജർമ്മനിയിലുണ്ട്. അത് നമ്മൾ തേടി പിടിക്കണം. ഗവൺമെന്റ് നമുക്ക് തരില്ല, നമ്മൾ അവിടെ പോയി കണ്ടുപിടിക്കുന്നതാണ് ഈ പാറ്റേൺ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടികൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കിൻഡർ ഗെൽറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു മണിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ €250 പെർ മന്ത് ഒരു കുട്ടിക്ക് അവരെന്ത് ചെയ്യും, കൊടുക്കും. 18 വയസ്സ് വരെ ഗവൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതും വളരെ എളുപ്പമാണ്. കുട്ടികളുടെ പഠനം ഫ്രീ കോസ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ജർമ്മനിയിൽ തന്നെ ഉണ്ട്. ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. ബേസിക്കലി ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള ഇങ്ങനെ കുറേ പേർക്സ് ഉള്ള കാര്യം ജർമ്മനിയിൽ പോകുമ്പോൾ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ ചോദ്യോത്തര വേള കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. കുറേ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈയിൽ ഇതിന് മുന്നേ നമ്മൾ ജർമ്മനി റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് മാത്രം അഡ്രസ്സ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. അതും ജനറലി എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോയിട്ടുണ്ടെന്നല്ലാതെ ഇത്ര സ്പെസിഫിക് ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും സ്പൗസുകൾക്ക് ഇപ്പോൾ ജർമ്മനിയിൽ പോകാനായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ജാക്ക്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ എന്നുള്ളതിന് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ എങ്ങനെ പറയാം? അത് നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്നാമത്തെ രീതി നമ്മൾ ഇൻഫോർമൽ ആയിട്ട് ചൂസ് എന്ന് പറയും. ചൂസ്. ഓക്കെ. മറ്റൊന്ന് ഔഫ് വീരസൈൻ എന്ന് പറയും. എന്താ ഔഫ് വീരസൈൻ? ഔഫ് വീരസൈൻ. ഓക്കെ, നമുക്ക് ചൂസ് പറയാം. കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ഒന്ന് പറഞ്ഞാലോ? ചൂസ്.